ഇന്നത്തെ സെഷനിൽ നമ്മളിപ്പോൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ കറന്റ് MSc ബോട്ടണി ചെയ്യുന്ന 2ാം വർഷ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിനിയാണ് മർവ കവാശി. എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പം നമുക്കിന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മർവ കവാഷിന്റെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് കേൾക്കാം. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെഷന്റെ ലാസ്റ്റ് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം ഞാൻ മർവ കവാഷിനെ ഇതിലേക്ക് വെൽക്കം ചെയ്യാണ് സെഷനിലേക്ക്. ഹായ് എവരിവൺ, എൻ്റെ പേര് മർവ കവാശി. ഞാനിപ്പോ MSc ബോട്ടണി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് ഇയർ ആണ്. ഞാൻ 2023-25 ബാച്ച്. അപ്പോൾ എന്നെ ആദ്യം തന്നെ UG+ൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വിളിച്ച പറ്റിയിട്ട് ഒരു താങ്ക്സ് പറയാണ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഞാനിപ്പോ സെക്കൻഡ് ഇയർ ആണ്. MSc ബോട്ടണി ആണ് ചെയ്യുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ എൻട്രൻസ് CUT വഴിയല്ല. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസ് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തുക. അപ്പൊ ഞാൻ ആ എൻട്രൻസ് വഴിയാണ് അലിഗഡില് അഡ്മിഷൻ എടുത്തത്. CUT എക്സാം എഴുതിയിരുന്നു. CUTയിൽ MSc ബോട്ടണി വരണ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് അലിഗഡിലും കിട്ടിയത്. അപ്പോൾ അലിഗഡ് ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് തോന്നിയോണ്ട് ഇവിടെ വന്നു. അപ്പോ ജനറലി അല്ല, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെങ്കിൽ ഞാൻ കണ്ണൂരിൽ നിന്നാണ് UG ചെയ്തിരുന്നത്. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി എന്നാണ് ചെയ്തിരുന്നത്. കണ്ണൂർ തന്നെയാണ് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി. അപ്പോ ബോട്ടണി ഇതിലുള്ള എല്ലാരും ബോട്ടണി ആസ്പിറൻസ് ആണോന്ന് അറിയില്ല. എന്നാലും ബോട്ടണിയിൽ എന്തുകൊണ്ട് PG എന്നുള്ള, അതായത് ഈ കരിയർ നമ്മൾ ഇപ്പോ ഒരു സാധാ പ്യുവർ സയൻസിൽ UG ചെയ്യണ എല്ലാരും നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മളിപ്പോ ഇതില് PG എടുത്തിട്ട് എന്താ, ടീച്ചിങ് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് ചുരുക്കം ചിലരെങ്കിലും കേട്ടിട്ട്, ഞാൻ അടക്കം ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്നത് പൊതുവെ ഒരു ഇഷ്ടത്തിന്റെ പുറത്തായിരിക്കും. ഞാൻ ബോട്ടണി ചൂസ് ചെയ്തത് എനിക്ക് ബോട്ടണിയോടുള്ള ആ സബ്ജക്റ്റിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. അപ്പോ ബാക്കിയുള്ള പ്രൊഫഷണൽ കോഴ്സസിന് മാത്രമല്ല ഈ കരിയർ ബിൽഡ് ചെയ്യുക, ഒരു നല്ല കരിയർ എന്നുള്ളത്. നമ്മളൊരു ഒരു ഒരു സബ്ജക്റ്റിന് പൂർണ്ണമായിട്ട് ഇഷ്ടത്തോടു കൂടി അതുപോലെ തന്നെ നമ്മുടെ ഒരു 100% എഫേർട്ടും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് ഏതൊരു സബ്ജക്റ്റിനും ഒരു നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ട്രൂത്ത് ആണ്. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും കൂടി ആവുമ്പം അതിൻ്റെതായ എക്സ്പോഷറും ഒരു എക്സ്പീരിയൻസ് ബിൽഡപ്പും കൂടി കിട്ടുന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ പ്രത്യേകതയായിട്ട് പറയാം. ഇതിപ്പോ എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ UG ചെയ്തത് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ്. PG ഇപ്പൊ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫെസിലിറ്റീസ് ആണേലും ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണേലും നമ്മുടെ നാട്ടിലത്തെ യൂണിവേഴ്സിറ്റീസ് എന്താ വാല്യൂ കുറവാണെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അത് മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫാക്കൽറ്റീസിന്റെ കാര്യം തന്നെ എടുത്താൽ മതി. ഇപ്പോ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ MSc ബോട്ടണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും PhD, കേവലം നെറ്റ് ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് UG, PG കഴിഞ്ഞ് നെറ്റ് ക്വാളിഫൈ ആവുക എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നല്ല, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും PhD ഹോൾഡേഴ്സും അതിന് പുറമെ പോസ്റ്റ് ഡോക് ഹോൾഡേഴ്സ്, PhD കഴിഞ്ഞ് പോസ്റ്റ് ഡോക് ഒക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും. ഇവിടെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എല്ലാവരും പോസ്റ്റ് ഡോക് ഹോൾഡേഴ്സ് ആണ്. അതും എന്താ എല്ലാവരും പുറത്തുനിന്നായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കാനഡ, USA, ജർമ്മനി, സൗത്ത് കൊറിയ, അങ്ങനെ പുറത്തുള്ള കൺട്രീസിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, പോസ്റ്റ് ഡോക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിൻ്റെതായ ഒരു എന്താ ഒരു
എക്സ്പീരിയൻസും അതിൻ്റെതായിട്ടുള്ള ആ ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊന്നും സ്പൂൺ ഫീഡിങ് മെത്തേഡ് ഒന്നും ആയിരിക്കില്ല. അതായത് അവര് വന്നിട്ട് ക്ലാസ് എടുക്കും അവരുടേതായ കുറെ ഇൻസൈറ്റ്സ് കിട്ടും. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലുള്ള പ്രൊഫസേഴ്സ് ഒക്കെ ആകുമ്പോൾ അവരുടേതായ എക്സ്പീരിയൻസ് പറയും. അവര് പുറത്തു പോയി PhD ചെയ്യണം, പുറത്തു പോയി പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും പറയാ. അപ്പൊ ആദ്യം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ എത്തിക്കഴിഞ്ഞാല് നമ്മള് നമ്മളെ 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 കരിയർ ഗോൾസിൽ ഉള്ള നമ്മളെ ഒരു ലെവൽ ഉണ്ടാവല്ലോ, അതില് നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മള് UG തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവരുടെ എയിം എന്ന് പറയുന്നത് അടുത്തത് ഇതിലും നല്ലതിൽ പോവുക എന്നുള്ളതായിരിക്കും. ഇപ്പൊ PG സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എന്നെ പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ എയിം എന്ന് പറയുന്നത് PhD പുറത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെയുള്ള നല്ല IAS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ CSIR-ന്റെ ഇതില് അവിടൊക്കെ PhD ചെയ്യണം എന്നായിരിക്കും. അതായത് നമ്മുടെ ലെവല് മാറും, നമ്മുടെ ചിന്താഗതിയുടെ ലെവൽ, നമ്മുടെ എവിടെ പഠിക്കണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു നമ്മളൊരു ക്ലോസ്ഡ് സർക്കിളിലായിരിക്കില്ല. നമ്മുടെ നാട്ടിലത്തെ കോളേജുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ കുറവായിരിക്കും, നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് കുറവായിരിക്കും. പക്ഷെ കുറച്ചും കൂടി സാധാ കോളേജസിനെ വെച്ച് നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ കുറച്ചും കൂടി ഫെസിലിറ്റീസ് കിട്ടും. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതിന്റെയൊക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുറച്ചും കൂടി ഫെസിലിറ്റീസ് കിട്ടും. പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായ മികവ് പുലർത്തും. അതായത് ഒരു ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ആണ് ഇവിടെ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി എന്ന് പറയുമ്പോൾ അതിനായിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ സ്പെഷ്യലൈസേഷനും ഒക്കെ ലാബ് ഫെസിലിറ്റീസും ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഞാനിപ്പോ സെക്കൻഡ് ഇയർ ആണ്, ഫോർത്ത് സെം ആണ്. അതുകൊണ്ട് തന്നെ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഇയറിന്റെ ഡെസർട്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബയോടെക്കിലാണ് സ്പെഷ്യലൈസേഷൻ എടുത്തത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ സ്പെഷ്യലൈസേഷനും വേറെ തന്നെ ഡിഫറെന്റ് ലാബ്സ് ആയിരിക്കും. ആ ലാബ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ആ ലാബിലാണെങ്കിൽ നല്ല നല്ല എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എല്ലാ ഫെസിലിറ്റീസും ബയോടെക് ആകുമ്പോൾ ബോട്ടണി പഠിക്കുന്ന ഒരാൾക്കറിയാം. PCR അങ്ങനെ ബയോടെക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇൻക്ലൂഡ് ചെയ്യണ ഒരു ലാബ് ഫെസിലിറ്റീസ് ആയിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉണ്ടാവുക. പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഫെസിലിറ്റീസ് ഉള്ള ലാബ് ഉണ്ടാവും. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ പ്രത്യേകത എന്ന് പറയാം. ഒന്ന് ഇവിടുത്തെ ഫെസിലിറ്റീസ്, പിന്നൊന്ന് ഇവിടുത്തെ ഫാക്കൽറ്റീസിന്റെ ഒരു എക്സ്പീരിയൻസും അവരുടെ എഡ്യൂക്കേഷനും അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറച്ചും കൂടി മാറ്റി എന്താ അങ്ങനെയല്ല, കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യണത്, അതിനെ കുറച്ചും കൂടി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് ഈ കാര്യങ്ങളാണ്. ഫാക്കൽറ്റീസിന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ അട്രാക്ട് ചെയ്യണത്. പിന്നെ ഒരുപാട് PhD സ്കോളേഴ്സ് ഉണ്ടാവും, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറെ ഇൻസൈറ്റ്സ് കിട്ടും. അതൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പിന്നെ CUT പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ AMUൻ്റെത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എൻട്രൻസ് ഡിഫറെന്റ് ആണ്. CUT വഴിയല്ല ഇവിടെ PGക്ക് അഡ്മിഷൻ എടുക്കുന്നത്. UGക്ക് ആണെങ്കിൽ കുറച്ച് കോഴ്സസ് CUT വഴിയും ബാക്കിയൊക്കെ AMUൻ്റെ തന്നെ എൻട്രൻസ് വഴിയാണ്. സിലബസ് ഒന്നും വലിയ വ്യത്യാസമില്ല. AMUൻ്റെ എൻട്രൻസിൽ കുറച്ചും കൂടി എക്സ്ട്രാ പ്ലാന്റ് പത്തോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ എക്സ്ട്രാ വരുന്നു എന്നുള്ളൂ. ബാക്കി CUTന്റെ സിലബസും AMUൻ്റെ എൻട്രൻസിന്റെ സിലബസും സെയിം തന്നെയാണ്. AMUൻ്റെ എൻട്രൻസിന്റെ സിലബസും CUT ബോട്ടണിന്റെ സിലബസും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ CUTന്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ UG ഫൈനൽ സെമ്മിന്റെ സമയത്ത് 6th സെമ്മിന്റെ സമയത്താണ് പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയത്. ഒരു 5 മാസം പ്രിപ്പയർ ചെയ്തു. ഒരു ക്രാഷ് കോഴ്സിലൂടെ 5 മാസം വൃത്തിക്ക് പ്രിപ്പയർ ചെയ്തു. CUTന്റെ ആണെങ്കിൽ CUTക്ക് മുന്നേ CUSET എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അതിന്റെ തന്നെ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും യൂട്ടിന്റെ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ പരമാവധി PYQs ഒക്കെ ചെയ്ത് നോക്കി യൂട്ടിന്റെ പ്രിപ്പറേഷനിൽ. അതുപോലെ തന്നെ നമ്മുടെ നോളജ് കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി തറോ ആക്കി അതിൽ കുറച്ചും കൂടി സ്ട്രോങ് നോളജ് ഉണ്ടാക്കി. അതായത് യൂട്ടിന്റെ പ്രിപ്പറേഷനിൽ എനിക്ക് ബെനിഫിറ്റ് ആയി തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടി നമ്മളെ ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ടല്ലോ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയി എന്നുള്ളത് യൂട്ടിന്റെ പ്രിപ്പറേഷനിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് ഡിഗ്രീന്റെ സമയത്തൊക്കെ ഈ സെം എക്സാമിന് മാർക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പഠിച്ചു പോണതായിരിക്കും. പിന്നെ ലാബ് എക്സാമിനൊക്കെ ആയിരിക്കും കുറച്ചും കൂടി എന്താ ലാബ് നോളജ് അങ്ങനെയൊക്കെ വരുള്ളൂ. ഇപ്പൊ CUTന്റെ പ്രിപ്പറേഷനിൽ എന്താ ഹെൽപ്ഫുൾ ആയെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നോളജ് കുറച്ചും കൂടി സ്ട്രോങ് ആയി എന്നുള്ളത് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതുകൊണ്ടാണ് എന്നുള്ള സംഭവമൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കിയത് CUTന്റെ പ്രിപ്പറേഷന്റെ സമയത്താണ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ CUTയില് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് അപ്ലിക്കേഷൻ ലെവലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് CUTന്റെ. അതായത് CUTന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ഫുൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. ഒന്നാമത് നമ്മൾ UGക്ക് പഠിച്ച അതേ സംഗതികളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ കുറച്ചും കൂടി നമ്മുടെ നോളജ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് CUT പോലത്തുള്ള എക്സാം അതായത് കോമ്പറ്റീറ്റീവ് എക്സാം ആണല്ലോ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള നോളജ് സ്ട്രോങ് ആക്കിയാലേ നമുക്ക് ഈ CUT പോലത്തുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. അപ്പൊ CUTന്റെ പ്രിപ്പറേഷനിൽ അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ സ്ട്രോങ് ആക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും കഴിഞ്ഞിരുന്നു. പിന്നെ AMUന്റെ എൻട്രൻസ് ആണെങ്കിലും സിലബസ് ഒക്കെ സെയിം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ AMUന്റേത് ക്രാക്ക് ചെയ്തു. CUTയില് സ്കോർ എത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഞാന് CUKയിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ്, ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് AMUന്റെ എൻട്രൻസ് റിസൾട്ടും വന്നത്. അങ്ങനെയാണ് AMUല് സെലക്ട് ആയതും AMUല് എൻറോൾ ചെയ്തതും. പിന്നെ CUTന്റെ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ കുറെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ എൻട്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ എൻട്രൻസ് ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കുള്ള MSc ബോട്ടണിന്റെ എൻട്രൻസിൽ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് 11ാം റാങ്ക് ഉണ്ടായിരുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ 30 സംതിങ് ആണ് തോന്നുന്നു. അപ്പോ ഇതൊക്കെ ഇങ്ങനെ കിട്ടിയ ഒരു സമയത്തായിരുന്നു AMUന്റെ എൻട്രൻസിന്റെ റിസൾട്ടും വരുന്നത്. അപ്പൊ AMU കിട്ടി. അങ്ങനെയാണ് AMUലേക്ക് എൻറോൾ ചെയ്യണത്. CUTന്റെ സ്കോർ ഐ തിങ്ക് അറൌണ്ട് 200 എങ്ങാനാണ് തോന്നുന്നുണ്ടായത്. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അതാണ്. അപ്പൊ CUTന്റെ പ്രിപ്പറേഷനിൽ നമ്മള് ലാസ്റ്റ് സെം UGന്റെ ഒക്കെ ഒരു ലാസ്റ്റ് സെം ആ ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കറക്റ്റ് നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ട്രോങ് ആക്കി കുറെ PYQs ഒക്കെ ചെയ്ത് പഠിച്ചാൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് CUT എന്ന് പറയുന്നത്. CUT ആയാലും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമുകളായാലും ഇതിൻ്റെത് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അപ്പോ PG CUTയില് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള PG ആസ്പിറൻസിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അതിനനുസരിച്ചിട്ട് നമ്മുടെ നോളജ് സിലബസ് ഉണ്ടാവല്ലോ, സിലബസ് അനുസരിച്ചിട്ട് പഠിക്കുക. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക. പിന്നെ ഇതന്നെ PYQs പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് PG ആസ്പിറൻസിന്റെ അവരുടെ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ സിലബസ് മനസ്സിലാക്കുക, PYQs ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക, PYQs ചെയ്തു നോക്കുക. എന്നാൽ തന്നെ നമുക്ക് CUT ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ പറഞ്ഞു. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാ കിട്ടാന്നുള്ളത് പറഞ്ഞു. അവിടുത്തെ ഫാക്കൽറ്റീസിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും അവര് കുറച്ചും കൂടി നമുക്ക് ട്യൂട്ടേഴ്സ് എന്നല്ല, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്നുള്ളതല്ല, അവർ കുറച്ചും കൂടി ഫെസിലിറ്റേറ്റേഴ്സ് ആയിരിക്കും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇവിടെ AMUന്റെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ. എല്ലാവരും
ഇനി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരു അവര് ഇതില് താഴെ ഉള്ളതായിട്ടൊന്നും പറയില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ PhD ചെയ്യണം. ഇന്ത്യയിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇന്ത്യൻ അക്കാഡമി, IISലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലോ PSIRന്റെ ഡിപ്പാർട്ട്മെന്റ്സിലോ അങ്ങനെയൊക്കെ അവരങ്ങനെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. നാട്ടിലത്തെ കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ അവർ പറയും PhD ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ചെയ്യണമെന്നായിരിക്കും പറയാം. പക്ഷെ PG സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും PhD നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇതിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പുറത്ത് നല്ലൊരു നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനായിരിക്കും പറയുണ്ടാവുക. അതുപോലെ തന്നെ കുറെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ പുറത്ത് പോസ്റ്റ് ഡോക്ടർ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്കോളർഷിപ്പിനെ കുറിച്ചും അങ്ങനെയൊക്കെ അതിനൊക്കെ ഗൈഡ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുള്ളതാണ്. ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ, പുറത്തുനിന്ന് പോസ്റ്റ് ഡോക്കും PhD ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ സംശയങ്ങൾക്ക്, പുറത്തുനിന്ന് എങ്ങനെയാണ് PhD ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ സംശയങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതൊക്കെയാണ് AMU അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിനെ കുറിച്ച് പറയേണ്ടത്. ഇതൊക്കെ തന്നെയാണ് ഏകദേശം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെയും പ്രത്യേകത എന്ന് പറയാനുള്ളത്. വേറെ ഒട്ടുമിക്കെല്ലാം പറഞ്ഞു തോന്നുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ സ്കോളർഷിപ്പ് ഉണ്ടാവും. നമ്മളിപ്പം PG പഠിക്കുകയാണെങ്കിൽ സെൻട്രൽ സെക്ടറിന്റെ NSP സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാൻസ്, അങ്ങനെ കുറെ സ്കോളർഷിപ്പിന്റെ ഫെസിലിറ്റീസ് ഉണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റീസിലും സ്കോളർഷിപ്പ് ഉണ്ട്. AMUന്റെ തന്നെ കുറെ അലൂമിനീസിന്റെ വകയുള്ള സ്കോളർഷിപ്സ് ഉണ്ടാവും. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്സ് ഉണ്ടാവും. അതൊക്കെയാണ് AMUനെ കുറിച്ച് പറയാനുള്ളതും പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുള്ളതും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. BEdന്റേത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ BEd ഉണ്ടോന്നാണോ അല്ല ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നൊന്ന് സ്പെസിഫൈ ചെയ്യുക. പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസിന്റെ സെന്റർ അലിഗഡിൽ വന്നിട്ട് എഴുതണം. അതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണെങ്കിലും ജാമിയ മില്ലിയ ഇസ്ലാമിയ ആണെങ്കിലും എക്സാം സെന്റർ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അതായത് അലിഗഡിന്റെ തന്നെ മെയിൻ ക്യാമ്പസിൽ, ഉത്തർപ്രദേശ് അലിഗഡിലുള്ള മെയിൻ ക്യാമ്പസിൽ. പിന്നെ UG കോഴ്സസ് ആണെങ്കിൽ AMUന്റെ എക്സാം സെന്റർ നാട്ടിലുണ്ടാവും. സെന്റർ ഉണ്ടാവും, കേരളത്തിലെ സെന്റർ ഉണ്ടാവും. അതുപോലെ തന്നെ BCom LLB അതിനൊക്കെ നാട്ടിലെ സെന്റർ ഉണ്ടാവും. AMUന്റെ UGക്കുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. PGന്റെ ഇതുവരെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല. എക്സാം മോസ്റ്റ് പ്രോബബ്ലി മെയ് ജൂൺ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക എക്സാം. AMUല് BEd പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BEdനെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ എങ്ങനെ ഇവിടുത്തെ BEdന്റെ സിലബസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. BEdന്റെ എൻട്രൻസിന് നാട്ടില് സെന്റർ കിട്ടും, കേരളത്തിൽ സെന്റർ കിട്ടും. BEdന്റെ എൻട്രൻസിന് ഇവിടെ വരേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള PG കോഴ്സസിന് MSc ബോട്ടണിന്റെ ഒക്കെ എൻട്രൻസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. BEdന് നാട്ടിൽ കിട്ടും. പിന്നെ BEdന്റെ സിലബസും BEdന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ അതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടില്ല. ഇവിടെ മലയാളീസ് ഉണ്ട് BEd ചെയ്യണത്. കൂടുതൽ അറിയണമെങ്കിൽ അവരുടെ ആരുടെയും കോണ്ടാക്ടോ അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ BEd ചെയ്യണ ഒരാൾ തന്നെ സെഷൻ വെക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. MSc ഫിസിക്സ്, AMUന്റെ MSc ഫിസിക്സ് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നല്ലൊരു നല്ല ക്വാളിറ്റി ഉള്ള ഫിസിക്സ് ആണ്. ഇവിടെ കുറച്ചും കൂടി അറ്റോമിക് ഫിസിക്സ് ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന. ഫിസിക്സിൽ തന്നെ സ്പെഷ്യലൈസേഷൻ അറ്റോമിക് ഫിസിക്സിലാന്ന് തോന്നുന്നു ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പഠിക്കുന്ന മലയാളീസ് ഉണ്ട്. അപ്പൊ അവര് ജാമിയയിലും ഫിസിക്സ് ഉണ്ട് തോന്നുന്നു. പക്ഷെ അതിനെക്കാട്ടിലും ബെറ്റർ AMUന്റെ ഫിസിക്സ് ആണെന്ന് പറയാറുണ്ട്. MSc ഫിസിക്സ് AMUന്റേത് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അന്വേഷിച്ചിട്ട് പറയേണ്ടി വരും. ഞാൻ ബോട്ടണി ആയതുകൊണ്ട് തന്നെ സിലബസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല പറയാം. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ഒരു മലയാളി പ്രൊഫസർ ഉണ്ട് MSc ഫിസിക്സിൽ ഫാക്കൽറ്റി ആയിട്ട്. അതുപോലെ തന്നെ നല്ലൊരു റിസർച്ച് എൻവയോൺമെന്റും കൂടി ഉണ്ട് ഇവിടെ MSc ഫിസിക്സിൽ. MBAയും MA എക്കണോമിക്സ് ആണ്. MBA എനിക്ക് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. MBA ഉണ്ട് ഇവിടെ ക്യാമ്പസിൽ. ഇവിടെ AMUന്റെ മെയിൻ ക്യാമ്പസിലും ഉണ്ട്. അതുപോലെ തന്നെ ഓഫ് ക്യാമ്പസ് ആയിട്ടുള്ള മലപ്പുറം
AMUക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് 2 ഓഫ് ക്യാമ്പസും കൂടി ഉണ്ട്. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദിലും ഒന്നുണ്ട്, അതുപോലെ തന്നെ കേരളത്തില് മലപ്പുറത്ത് ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട്. അവിടെ MBA, ഈ മൂന്നിടത്തും MBA ഉണ്ട്. നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇവിടെ മലയാളീസും ഉണ്ട് MBA ചെയ്യണേ. നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് പറഞ്ഞത്. MA എക്കണോമിക്സും നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ അവിടുത്തെ എൻട്രൻസിന്റെ സിലബസ് ഒക്കെ ആണെങ്കിൽ എൻട്രൻസ് എക്സാമിന്റെ സിലബസ് AMUന്റെ തന്നെ സൈറ്റിൽ കിട്ടും. എല്ലാ സബ്ജക്ട്, ഏത് സബ്ജക്റ്റും ബോട്ടണി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും എല്ലാ സബ്ജക്റ്റിന്റെയും എൻട്രൻസിന്റെ സിലബസ് AMUന്റെ തന്നെ സൈറ്റിൽ കിട്ടും. അപ്പം തന്നെ ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് എക്സാം കിട്ടാന്നുള്ളത്. പിന്നെ PYQs അവൈലബിൾ ആയിരിക്കും. അത് വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്താൽ മതിയായിരിക്കും. ഹോസ്റ്റൽ AMUല് ഹോസ്റ്റൽ ഉണ്ട്. ഗേൾസിന് നല്ല അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റീസോടുകൂടി ഹോസ്റ്റൽ ഉണ്ട്. PGക്കാരും PhDക്കാർക്കും സെയിം ഹോസ്റ്റലാണ്. പിന്നെ കോഴ്സ് മാറുന്നതിനനുസരിച്ചിട്ട് ഹോസ്റ്റൽ മാറും. ഗേൾസിന്റെ കേസ് ആണെങ്കിൽ നഴ്സിംഗിന് ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്. AMUന്റെ അണ്ടറിൽ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് അതിന് നഴ്സിംഗ് MBBS ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നഴ്സിംഗിന് വേറെ ഹോസ്റ്റലായിരിക്കും, എഞ്ചിനീയറിംഗുകാർക്ക് വേറെ ഹോസ്റ്റലായിരിക്കും. ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ AMUന്റെ ഹോസ്റ്റൽ അഫോർഡബിൾ ആണ്. ഗേൾസിന്റെ കേസിൽ അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്റ്റലും ആയിരിക്കും. പിന്നെ ബോയ്സിന് കഴിഞ്ഞ കൊല്ലം വരെ ഹോസ്റ്റലിൽ റൂം കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ VC മാറിയപ്പം മുതൽ ബോയ്സിന് ഇപ്പം ഹോസ്റ്റൽ കിട്ടി തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഇപ്രാവശ്യം ഫസ്റ്റ് ഇയേഴ്സ് വന്ന എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം മുതൽ ബോയ്സിനും ഹോസ്റ്റൽ കിട്ടി തുടങ്ങുന്നുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാട്ടോ. പ്ലേസ് സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AMU ഉത്തർപ്രദേശിലായതുകൊണ്ട് അങ്ങനെ കുറെ കൺസേൺസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സേഫ് ആണോ എന്നുള്ളത്. പക്ഷെ ക്യാമ്പസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ക്യാമ്പസ് പക്ക സേഫ് ആണ്. AMUന്റെ ക്യാമ്പസ് UP ആയതുകൊണ്ട് സേഫ് അല്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. AMU എന്ന് പറയുന്നത് ഗേൾസിന്റെ കേസ് ആണെങ്കിലും ബോയ്സിന്റെ കേസ് ആണെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. PhD അഡ്മിഷൻ, ഇവിടെ PhD അഡ്മിഷനും എൻട്രൻസ് വഴിയാണ്. ഇപ്പൊ ഇവിടെ AMUന്റെ PhDന്റെ എൻട്രൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതൊക്കെ ടൈം ഇപ്പൊ ജാനുവരി ഫെബ്രുവരിയിലൊക്കെ ആണ് എൻട്രൻസ് നടക്കല്. കൊല്ലത്തിൽ 2 പ്രാവശ്യം ഞാൻ തോന്നുന്നു എൻട്രൻസ് എക്സാം നടക്കല്. എനിക്ക് കറക്റ്റ് എപ്പോഴാണ് ടൈം, ഏതൊക്കെ ടൈമാണ് ഇവിടുത്തെ PhDന്റെ എൻട്രൻസ് എന്ന് അറിയില്ല. അന്വേഷിച്ചിട്ട് പറയേണ്ടി വരും. ലാംഗ്വേജ് ക്ലാസ് എടുക്കുന്നത് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആകെ 3 മലയാളീസേ ഉള്ളൂ. ഞാനും വേറെ 2 ആളും കൂടെ. ബാക്കി എല്ലാവരും കശ്മീർ UPയിൽ തന്നെയുള്ള ആൾക്കാര്, ബീഹാർ, ആസാം അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോ ക്ലാസ് ഡിപ്പാർട്ട്മെന്റിനനുസരിച്ചിട്ട് മാറും. ചിലയിടത്ത് ഹിന്ദി ഇംഗ്ലീഷ് മിക്സ് ആയിട്ടായിരിക്കും. ചില ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ടല്ല, ഫാക്കൽറ്റി അനുസരിച്ചിട്ട്. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ചില പ്രൊഫസേഴ്സ് ഹിന്ദി ഇംഗ്ലീഷ് മിക്സ് ആക്കിയിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. ബാക്കി മെജോറിറ്റി ആൾക്കാരും ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പൊ അതിന്റെ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാല് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഹിന്ദി ഇംഗ്ലീഷ് മിക്സ് ആയിട്ട് കേൾക്കുമ്പോൾ. പക്ഷെ ഗ്രാജുവലി അത് മനസ്സിലാവുന്നുള്ളതാണ്. കുറച്ചും കൂടി ഹിന്ദി ലാംഗ്വേജ് എക്സ്പോഷർ എന്നുള്ളൊരു സംഭവം സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മളെ ക്ലാസ്സിൽ മലയാളീസ് അധികം ഉണ്ടാവില്ല. അതുപോലെ തന്നെ UPയിൽ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും, കശ്മീരീസ് ഉണ്ടാവും. അങ്ങനെ എല്ലായിടത്തും വരുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ നമ്മൾ ഹിന്ദി പഠിക്കാൻ നിർബന്ധിതരാവും. അപ്പം നമ്മൾ ഹിന്ദി ഫ്ലുവന്റ് ആവും എന്നുള്ളത് വേറൊരു ബെനിഫിറ്റ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പൊ ആദ്യം ഹിന്ദി കേൾക്കുമ്പോൾ ഒരു എടുങ്ങാറുണ്ടായിരിക്കും. പിന്നെ അത് ഗ്രാജുവലി ശരിയാവും ആണ്. പിന്നെ ഫാക്കൽറ്റിനെ അനുസരിച്ചിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഹിന്ദിയിലായിരിക്കോ, ഹിന്ദി എടുക്കുമ്പോഴും ഹിന്ദി ഇംഗ്ലീഷ് മിക്സ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള പ്രൊഫസേഴ്സ് ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുക. വേറെ എന്താ ഫീസ്, ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഫീസിന്റെ സ്ട്രക്ചർ എന്താ എനിക്ക് അറിയാം കേട്ടോ. AMUന്റേത് ഫീസ് MSc ബോട്ടണീന്റെ നോക്കുകയാണെങ്കിൽ സയൻസ് സബ്ജക്റ്റിനൊക്കെ ഫസ്റ്റ് ഇയറിൽ PG ഫസ്റ്റ് ഇയറിൽ അറൌണ്ട് 13,000 വരും. സെക്കൻഡ് ഇയറിൽ ഒരു 8,000 കൂടിയ
കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ. ബാക്കി ഹോസ്റ്റൽ ഫീസ് ആണ്. ഹോസ്റ്റൽ ഫീസ് എനിക്ക് ഗേൾസിന് മാസം എല്ലാ മന്തും 1500 ഹോസ്റ്റലിന്റെ ഫീസ് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഫീസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എമിയുന്റെ തന്നെ ഓരോ അലൂമിനി അസോസിയേഷൻസ് ഒക്കെ സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാർക്കിന്റെ ബേസിലും അതുപോലെ തന്നെ ഇൻകം ബേസിലൊക്കെ ആയിട്ട്. വേറെ എന്തോ ക്വസ്റ്റ്യൻസ് ഞാൻ കൊറേയൊക്കെ പറഞ്ഞു തോന്നുന്നു. എമിയുന്റെ ഫുഡ് നോർത്ത് ഇന്ത്യ ആണല്ലോ. ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ആലു, അതായത് ഉരുളക്കിഴങ്ങ്, ദാലൊക്കെ ആയിരിക്കും ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്നുള്ളത്. അതിപ്പോ നമുക്ക് എന്തായാലും മാറ്റാൻ കഴിയില്ല. ഇവിടുത്തെ ഹോസ്റ്റൽ നോർത്ത് ഇന്ത്യ ക്യാമ്പസ് നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് ഇവരുടെ ഫുഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പുറത്തത്തെ ഫുഡ് ആയിരിക്കും, അതും നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആയിരിക്കും. കേരള ഫുഡൊക്കെ കിട്ടല് ഭയങ്കര കുറവാണ്. ഹോസ്റ്റൽ എന്തായാലും കേരള ഫുഡ് ഇല്ല. അത് നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ ആയിരിക്കും. പിന്നെ നോൺ വെജ് കിട്ടുന്ന ദിവസം ഉണ്ടാവും. അത് ഓരോ ഹോസ്റ്റലനുസരിച്ച് മാറും. സൈക്കോളജി ഫാക്കൽറ്റി ഇവിടെ MA സൈക്കോളജി ആണ്. സൈക്കോളജി ഫാക്കൽറ്റി നല്ല ഫാക്കൽറ്റി ആണ്. AMU-ലാണേലും ജാമിയ മില്ലിയയിലും. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് 2 യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിനെ കുറിച്ച് ഏതൊക്കെ അറിയുള്ളൂ, ധാരണ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ സൈക്കോളജിയിൽ നല്ലോണം മലയാളികൾ ഉണ്ടാവും. AMU-ല് സൈക്കോളജിന്റെ ഒരു പകുതി സ്ട്രെങ്ത്തും മലയാളീസ് ആണ് MA സൈക്കോളജിയിൽ. ജാമിയന്റെ സൈക്കോളജിയും നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. സൈക്കോളജി നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടുത്തെ. അധികം എല്ലാ സൈക്കോളജി സ്റ്റുഡൻസ് അധികം പ്രിഫർ ചെയ്യണ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് AMU-ന്റെ സൈക്കോളജി എന്ന് പറയുന്നത്. ജാമിയന്റെതും നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. അത്യാവശ്യം നല്ലോണം മലയാളീസ്. ബോട്ടണി ഫിസിക്സ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ മലയാളീസ് കുറവാണ്. എന്റെ ക്ലാസ്സിലാകെ 3 കുട്ടികൾ, ജൂനിയർ ബാച്ചിലാകെ 2 മലയാളീസ്. പക്ഷെ സൈക്കോളജിയിൽ അത്യാവശ്യം നല്ല മലയാളീസ് ഉണ്ട്. BCA ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. യുജിന്റെ കേസിൽ BCom ഉണ്ട്. BCA ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. നോക്കേണ്ടി വരും. ഞാൻ അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ ഇതിന്റെ മെന്ററിന്റെ അടുത്ത് പറയാം. Okay, then thank you, Kawashi, for joining us and sharing your experience. ഇത്രയും പഠിക്കാനുള്ള സമയത്ത് നമുക്ക് വേണ്ടി പറഞ്ഞുതരാൻ നന്ദി.